ഫ്ലോറിലാണ്. ആകെ മൊത്തം നോക്കി നിൽക്കുന്നതിനിടയിൽ ജോമോൻ പറഞ്ഞു, രാമിക വിഹാർ, കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റിൽ തന്നെ, ഇതാ താക്കോൽ. ഇത്രയും പറഞ്ഞ് ചാവി എന്നെ ഏൽപ്പിച്ച് ജോമോൻ തിരിച്ചുപോയി. ഞാൻ ചുറ്റിലും ഒന്നുകൂടി നോക്കി. അടുത്ത 2 വർഷം ഇവിടെ ജീവിക്കണമെന്ന ചിന്ത മനസ്സിനെ തെല്ലും അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. തിരക്കുള്ളതാണെങ്കിലും ബോഗൽ ഇത്ര തിങ്ങി നിറഞ്ഞതായിരുന്നില്ല. ഇത്തരം സ്ഥലത്ത് കുത്തി നിറച്ചതുപോലെ കെട്ടിടങ്ങൾ, ചുറ്റിലും പൊടി പിടിച്ചു കിടക്കുന്ന വാഹനങ്ങൾ, ആളുകൾ അലക്കിയിട്ടിരുന്ന വസ്ത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ബാൽക്കണികൾ, ചെളിയും മറ്റു മൃഗങ്ങളുടെ വിസർജ്യ വസ്തുക്കളുമൊക്കെ പരന്നു കിടക്കുന്ന വഴികൾ, കുറെ മനുഷ്യർ. ഇതായിരുന്നു അന്ന് ആദ്യം എനിക്ക് മുന്നിലുണ്ടായിരുന്ന തുഗ്ലക്കാബാദ്. ഞാൻ ആ പൊളിഞ്ഞ വീഴാറായ ഗ്രിൽസ് തുറന്ന് മുകളിലേക്ക് കയറി. ഇരുണ്ട കോണിപ്പണികളിൽ അങ്ങിങ്ങ് കത്തി നിന്നിരുന്ന ഫ്ലൂറസെന്റ് ബൾബുകളിൽ ചിലത് മാത്രം മഞ്ഞ വെളിച്ചം തെളിയിച്ച് ഏതോ പഴയ ഹൊറർ സിനിമയുടെ അനുഭവം നൽകുന്നുണ്ടായിരുന്നു. കുൽദീപ് ആര്യ, രഘുദേവ് പാർമർ, ഓരോ ഡോറിന് മുമ്പിലും പേരുകൾ വായിച്ചാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. രാമിക വിഹാർ. മുകളിലെത്തിയും വരെ വായിച്ചതിൽ ഏറ്റവും ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്ത നെയിം ബോർഡായിരുന്നു അത്. ഞാൻ ബാഗ് താഴെ വെച്ച് ജോമോൻ ഏൽപ്പിച്ച താക്കോൽ എടുത്തു. കുറച്ച് പണിപ്പെട്ടാണ് ഡോർ തുറന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് നന്നേ പൊടി പിടിച്ച് വൃത്തികേടായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിലും അത്യാവശ്യം അടുക്കി ഒതുക്കി തന്നെയായിരുന്നു ആ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. എനിക്ക് മുന്നേ ഇവിടെ താമസിക്കാൻ വന്നവർ വൃത്തിയാക്കിയിരുന്നെങ്കിലും പിന്നീട് കുറച്ചപ്പുറത്ത് മാറി വേറൊരു ഫ്ലാറ്റ് എടുത്തെന്ന് ജോമോൻ പറഞ്ഞത് ഞാൻ അപ്പോഴാണ് ഓർത്തത്. ഡോർ തുറന്നതും മുന്നിലായി നീല നിറമുള്ള സോഫ നിരത്തിയിട്ടിരുന്നു. തൊട്ടടുത്ത് തന്നെ കയറി വരുന്നവർ ആദ്യം കാണുവാൻ എന്നോണം ഹോം വൈഫൈ കണക്ട്സ് ഓട്ടോമാറ്റിക്കലി, ഹേർട്സ് ടു എന്നെഴുതിയ ഫ്രെയിം തൂക്കിയിട്ടത് കണ്ടാണ് ഉള്ളിലേക്ക് കയറിയത്. 2 മുറികളുള്ള അപ്പാർട്ട്മെന്റിൽ ഒരെണ്ണത്തിൽ റൂം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ നിറച്ചിരുന്നത് കൊണ്ട് ഒരു റൂം മാത്രമേ ഉപയോഗിക്കാനാവൂ എന്ന് ബ്രോക്കർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ എനിക്ക് അനുവദിച്ച റൂം തുറന്ന് ഒരുപാട് നേരമായി താങ്ങിയിരുന്ന ബാഗും മറ്റും ഇറക്കി വെച്ച് കട്ടിലിൽ വെറുതെ കുറേ നേരം മലർന്നു കിടന്നു. കോളേജ് തുറക്കുന്നതിന് മുന്നേ കോളേജിന്റെ തൊട്ടടുത്തുള്ള ഒരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഓട്ടം ഒന്ന് അവസാനിച്ചത് വലിയ ആശ്വാസം തോന്നി. ഫോണെടുത്ത് റീച്ചഡ് എന്നൊരു മെസ്സേജ് ജോമോൻ അയച്ചതിനു ശേഷം എപ്പോഴോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവണം. ഉറങ്ങി എഴുന്നേറ്റതും ജനലുകൾ തുറന്നിട്ട് അത്യാവശ്യം പൊടി പിടിച്ച് കിടന്നിടുന്നതുമൊക്കെ ലേശം മടിയോടെയാണെങ്കിലും വൃത്തിയാക്കി പുറത്തേക്കിറങ്ങി. നന്നായി വിശക്കുന്നുണ്ട്. 26 ചൗമീൻ നൂഡിൽസും ജ്യൂസും പാഴ്സൽ വാങ്ങി തിരിച്ചു നടക്കുമ്പോഴേക്കും സമയം ഏകദേശം 5 മണിയോടടുത്ത് കാണണം. തിരിച്ചു റൂമിലേക്കുള്ള നടത്തത്തിനിടയിൽ ദൂരെയായി തുഗ്ലക് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട തുഗ്ലക്കാബാദ് കോട്ടയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മിനാരത്തിന് പുറകിൽ ചുവന്ന സൂര്യൻ അസ്തമിച്ചു. തുഗ്ലക്കാബാദ് മനസ്സിൽ വരച്ചിട്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. ബുധനാഴ്ച രാത്രിയോടടുക്കുമ്പോൾ സജീവമായി തുടങ്ങുന്ന ബുദ്ധ് ബസാർ ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു. പച്ചക്കറി കെട്ടുകൾ 2 വശങ്ങളിൽ നിർത്തിയിട്ടതിനിടയിലൂടെ ഗല്ലിക്കുള്ളിൽ എവിടെ നിന്നോ മുഴങ്ങിക്കേട്ട ഗവാലി ആസ്വദിച്ച് ഞാൻ ഡയമണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് പതിയെ നടന്നു. ഇടയിൽ കേരള സ്റ്റോറിലെ പ്രദീപ് ചേട്ടനെ പരിചയപ്പെട്ടാണ് കോണിപ്പടികൾ കയറി മുകളിലേക്ക് എത്തിയത്. ബിഷപ്പിന്റെ വിളിയിൽ ചെന്ന് കയറിയതും ഹാളിലുണ്ടായിരുന്ന ആ നീല നിറമുള്ള സോഫയിലിരുന്ന് ചുമരിലും മറ്റും തൂക്കിയിട്ടിരിക്കുന്ന പെയിന്റിങ്ങും കണ്ട് മഹാൻ, അർത്ഥം പറയുന്നത് കണ്ടില്ലേ എന്ന മട്ടിലാണ് ഭക്ഷണം കഴിച്ചത്. ഒരുപാട് നേരം അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സോഫയുടെ താഴെ ഭാഗം പൊട്ടി വീഴുന്ന പോലൊരു ശബ്ദം കേട്ടാണ് ചാടി എഴുന്നേറ്റത്. ഹാളിലെത്തിയത് സോഫ കം ബെഡ് ആണ്. ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ അതിലും കിടക്കാം. ജോമോൻ പറഞ്ഞത് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ സോഫയുടെ പുറത്തേക്ക് തള്ളി വന്ന ഭാഗം വലിച്ചിട്ടു. 3 പേർക്കെങ്കിലും കിടക്കാവുന്ന ബെഡ് പോലെയാണ് ആ സോഫയുണ്ടായിരുന്നത്. ഞാൻ ഇത് കൊള്ളാലോ എന്ന മട്ടിൽ അതിലേക്ക് കിടന്നു. ഇനി ഇങ്ങനെ എന്തെങ്കിലും പൊട്ടി വീഴുമോ എന്ന് ഉറപ്പിക്കാൻ തല വെച്ചിരുന്ന ഭാഗം വെറുതെ ഒന്ന് ഇളക്കി നോക്കിയതിനിടയിൽ ഞാൻ അത് ശ്രദ്ധിച്ചത്. എന്താണെന്നറിയാൻ സാവധാനം അതെടുത്ത് സോഫയിലേക്ക് ഇട്ടു. സാമാന്യം നല്ല രീതിയിൽ അഴുക്കു പിടിച്ചിരിക്കുന്നു.
പച്ചയും ഓറഞ്ചും നിറം കലർന്ന ചട്ടയിൽ സാമാന്യം കട്ടിയുള്ള ഒരു സ്പൈറൽ നോട്ട്ബുക്കായിരുന്നു അത്. ഞാനത് കയ്യിലെടുത്ത് പൊടി തട്ടിക്കളഞ്ഞപ്പോഴാണ് ചട്ട പോലും വ്യക്തമായി കണ്ടത്. റാമി എന്നെഴുതിയ ആ ചട്ട മറിച്ചതും പച്ചമഷിയിൽ എഴുതിയിട്ട അതിലെ 2 ഏടുകൾ ഇളകി കണ്ടു. എന്താണെന്നറിയാനുള്ള തിടുക്കത്തിൽ ഞാൻ ആ ബുക്ക് താഴെ വെച്ച് മുന്നേ തുന്നിച്ചേർത്തയെന്ന് തോന്നിപ്പിക്കുന്ന വിട്ടുനിന്ന ഏടുകൾ പുറത്തേക്കെടുത്തു. പഴകിപ്പോയ മഷി മഞ്ഞിച്ചു തുടങ്ങിയ വരികളെ നിങ്ങൾക്കിപ്പോഴുള്ളതിനേക്കാൾ 100 ഇരട്ടി ആകാംക്ഷയോടെ ഞാൻ വായിച്ചു തുടങ്ങി. ജിയാൻ, നീ തന്നുപോയ ഈ പച്ച നിറത്തിലാണ് ഞാൻ ഇന്നുവരെ നിന്നെ കാത്തിരുന്നത്. മഷി തീർന്നു പോകുന്നതിനിടെ എനിക്കിത് പൂർണ്ണമാക്കണമെന്നുണ്ട്. തമ്മിൽ കണ്ട അവസാന രാത്രിയും നമ്മൾ പരസ്പരം ചുംബിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇന്നേക്ക് 423 ദിവസങ്ങൾ കഴിയുന്നു. ഇത്രയും നാൾ പിശുക്കി എഴുതിയ എനിക്ക് ഇന്ന് തിരുവോളം എഴുതണമെന്നുണ്ട്. നീ ഇല്ലായ്മയേക്കാൾ ഞാൻ ഏറെ വേദനിക്കുന്നത് അവസാനമായി നീ തന്നുപോയ ചുംബനമാണ് ചെയ്യാൻ. ഗബ്രിയേൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല. നീ എന്നെ വിളിക്കാറില്ലെന്നത് ശരിയാണ്. വഴക്കിട്ട് കിടന്ന എത്ര രാത്രികളിൽ നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. നിനക്ക് വഴക്കിടുന്നത് ദേഷ്യമാണെന്ന് എനിക്കറിയാം. എനിക്കൊരല്പം പേടി തോന്നുന്നുണ്ട്. ആരും ഒരുപാട് നേരം എന്നോട് സംസാരിക്കാറില്ല. അപ്പയും അമ്മയും കരഞ്ഞുകൊണ്ട് എന്നോട് കള്ളം പറയുന്നു. അവരെന്നെ ആശ്വസിപ്പിക്കുന്നത് എന്തിനാണ്? നീ വരുമെന്ന് പല ആവർത്തി പറയുന്നു. എന്റെ അപ്പയ്ക്ക് നിന്നോട് പഴയ ദേഷ്യമൊന്നുമില്ല. നിന്നെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അപ്പയുടെ കണ്ണ് നിറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരാഴ്ചയായി ഞാൻ അവരെ ഇങ്ങനെ കാണുന്നു. നീ അറിയാൻ വഴിയില്ല. അല്ല, ഇനി എന്നോട് പറഞ്ഞ കള്ളം അവൻ അപ്പയോടും അമ്മയോടും പറഞ്ഞോ? ജിയാൻ, നിനക്കെന്നോട് അവസാനമായി സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്നോട് അവൻ കള്ളം പറഞ്ഞു. ജിയാൻ, എന്തോ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചെടുത്ത് മഷി തീർന്നു പോയിട്ടുണ്ടാവണം. മറ്റേ ഏടിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞെടുത്ത് ഞാൻ കണ്ടു. ആ ഏടുകൾ മടക്കി പുസ്തകത്തിനടിയിൽ വെച്ച് അവിടെ നിന്ന് എണീറ്റ് ഞാൻ ബാൽക്കണിയിലേക്ക് ചെന്നു. റാമി, ജിയാൻ എന്നീ 2 പേരുകൾ എന്തൊക്കെയോ ഉള്ളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നു. എനിക്കറിയാനുള്ളത് ആ ബുക്കിലുണ്ടായിരുന്ന ബാക്കിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരിക്കണം. കുറച്ചു നേരം അങ്ങനെ നിന്ന് ഞാൻ തിരികെ ചെന്ന് ആ നോട്ട്ബുക്കിന്റെ ആദ്യ പേജ് എടുത്ത് മുന്നിൽ വെച്ചു. അല്ല, അതെങ്ങനെ ശരിയാവും? നമ്മൾ തമ്മിൽ പരസ്പരം ആശയക്കുഴപ്പത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സ്നേഹം. അത് പരിഹരിക്കപ്പെടുമ്പോൾ സ്നേഹം മരിക്കുന്നു എന്ന് എവിടെയോ വായിച്ചു മറന്ന വരികൾ ഇതെഴുതുമ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വേരിയന്റിനെ നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ചെയ്യുന്ന സ്നേഹത്തെയും നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. സ്നേഹത്തിൽ സ്നേഹം മാത്രം മതി, ഓവറാക്കി ചളമാക്കണ്ട എന്ന് പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞതിന്റെ ഓർമ്മയിൽ റാമിയും ജിയാനെയും പിന്നീട് ഒരിക്കലേക്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഉപദേശത്തെണ്ടി എന്ന് നിങ്ങൾ കരുതിയാലും ഇതുകൂടി എഴുതി വെക്കേണ്ടത് അനാവശ്യമാണെന്ന് തോന്നാത്തത് കൊണ്ട് എഴുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ആവശ്യമെങ്കിൽ ദയവ് ചെയ്ത് സ്നേഹിക്കാതിരിക്കാം. വ്യക്തതയില്ലായ്മയാണ് സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തതയെന്ന് തോന്നുന്നു. സുഹൃത്തെ, നിങ്ങൾ ഒരാളെ കൃത്യമായി സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായാൽ നിങ്ങൾ എങ്ങനെയാണ് അയാളെ കൂടുതൽ മനോഹരമായി സ്നേഹിക്കും? എങ്ങനെ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും? എങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും സ്നേഹിക്കും? അവ്യക്തമായ സ്നേഹത്തിന്റെ വ്യക്തമായ വക്താക്കൾക്ക് നന്ദി. റാമിയെയും ജിയാനെയും കുറിച്ച്